ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. നാരായണൻ എന്ന മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിക്കും നാരായണനായ മേഘശ്യാമളവർണ്ണൻ പൊന്നുഗുരുവായൂരപ്പനും നമസ്കാരമർപ്പിച്ചും കൊണ്ട് നാരായണീയ മധുരം എന്ന ഈ അക്ഷരപൂജ ഇന്ന് 163 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമൻ നാരായണീയം 16 ദശകം 5 ശ്ലോകത്തെ നമ്മൾ വിചാരം ചെയ്യുകയാണ്, അതിനെ അനുസന്ധാനം ചെയ്യുകയാണ്. ഇപ്പോൾ പതിവ് പോലെ ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം പാടി നമുക്കിന്ന് സമർപ്പിക്കാം. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുമഹാസഭാജാ. കാമ വസന്തമലയാനിലബന്ധുശാലീ വികസദ്വിലാസൈ കാന്താകടാക്ഷവിശിഖൈ മുഹു മുഹു വിദ്യൻ ച ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീത അധ മൃദുഹാസഭാജാ ത്വയാ ജഗദേ.
പറഞ്ഞു നമ്മൾ, ദേവേന്ദ്രൻ കാമദേവനെയും സുരസുന്ദരിമാരെയും ഈ നരനാരായണന്മാരുടെ തപസ്സിളക്കാനായിട്ട് പറഞ്ഞു വെച്ചു. കാമ വസന്ത മലയാനില ബന്ധുശാലി. കാമൻ, വസന്തം, മലയാനിലൻ എന്ന് പറഞ്ഞാൽ ആ തെക്കൻ കാറ്റ്. അങ്ങനെ ആ ചങ്ങാതിമാരോടുകൂടി ബന്ധുക്കളോടുകൂടി വന്ന് വികസദ്വിലാസൈ, തെളിഞ്ഞ വിലാസങ്ങളോടുകൂടിയ കാന്താകടാക്ഷ വിശിഖൈ, സുന്ദരിമാരുടെ കടാക്ഷങ്ങളാകുന്ന വിശിഖം. വിശിഖം എന്ന് പറഞ്ഞാൽ അമ്പ്. അപ്പോ ആ അമ്പുകളെ കൊണ്ട് മുഹൂമുഹു വിധ്യഞ്ച, വീണ്ടും വീണ്ടും പ്രഹരിച്ചു. വീണ്ടും വീണ്ടും ആ കടാക്ഷ ശരങ്ങൾ എയ്തു ഇവർക്ക് രണ്ടുപേർക്കും നേരെ. എന്നിട്ടോ ത്വാം അകമ്പം ഉദീക്ഷ്യ, അവിടുത്തേക്ക് ഒരു അനക്കവുമില്ല, അവിടുന്ന് അചഞ്ചലനായി തപസ് ചെയ്യണ കണ്ടപ്പോ ഭീതഹ, പേടിച്ചു കാമദേവൻ. ഇനി എന്താ സംഭവിക്കാവോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു. ആ സമയത്ത് അധ അനന്തരം മൃദുഹാസഭാജാത്വയാ ജഗതേ, മന്ദഹാസത്തോടുകൂടി അവിടുന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? കാമദേവനോട് പറഞ്ഞു എന്നാണ്. എന്താണ് കാമദേവനോട് നരനാരായണന്മാർ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം. ഇന്നിപ്പോ ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി അതിൻ്റെ മലയാള പരിഭാഷയായിരിക്കുന്ന ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി നമുക്കിന്ന് സമർപ്പിക്കാം. കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈ വിധ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ. നാരായണ 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 നരനാരായണന്മാരാം ലോകപൂജിത. കാമനും തൻ കൂട്ടുകാരം വസന്തവും തെക്കൻ കാറ്റും കാമാക്ഷികളാകും സുരസുന്ദരിമാരും നിരന്തരം ശ്രമിച്ചിട്ടും ഇളകാത്ത നാരായണൻ നിസ്തുല്യമാം ചിരിയോടെ മെല്ലെ പറഞ്ഞു. നാരായണ 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 രാധാഗോവിന്ദ നരനാരായണന്മാരാം വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.